നിർത്താതെയുള്ള അലാറം കേട്ടിട്ടാണ് തുമ്പി എഴുന്നേറ്റത്. ഫോണെടുത്ത് സമയം നോക്കി. 4:30 ആയിട്ടുള്ളൂ. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അഴിഞ്ഞു കിടക്കുന്ന മുടി വാരിക്കെട്ടി ബാത്റൂമിൽ കയറി ഫ്രഷായി റൂമിൻ്റെ കതക് തുറന്ന് പുറത്തേക്കിറങ്ങി. വീട്ടിൽ ആരും തന്നെ എഴുന്നേറ്റിട്ടില്ല. അല്ലെങ്കിലും ഈ നേരത്ത് തുമ്പി മാത്രമേ ഈ വീട്ടിൽ എണീക്കാറുള്ളൂ. വേഗം മുറ്റത്തേക്കുള്ള വാതിൽ തുറന്ന് മുറ്റം മുഴുവൻ അടിച്ചു വാരി. കുറച്ച് വലിയ മുറ്റം തന്നെയായിരുന്നു. 4 കെട്ട് വീട് തന്നെയായിരുന്നു. അവൾ അടിച്ചു വാരിക്കഴിഞ്ഞ് ചായക്ക് വെള്ളം വെച്ചു. ഇന്നലെ എടുത്തു വെച്ച ദോശമാവെടുത്ത് ചുട്ടു. അത് കഴിഞ്ഞ് അതിലേക്ക് ചട്നിയും ചമ്മന്തിയും ഉണ്ടാക്കി. എന്നിട്ട് ചോറിനുള്ള അരി അടുപ്പത്ത് വെച്ചു. കറികളും കൂട്ടാനും വെച്ചു. അപ്പോഴേക്കും വീട്ടിലുള്ളവരൊക്കെ എണീറ്റിരുന്നു. പിന്നെ അകം അടിച്ചു വാരി തുടച്ചു. ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞ് അവൾ കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞൊരു വെള്ള ലോങ് ടോപ്പ് എടുത്തിട്ടു വൈറ്റ് ഷോളും സൈഡിലുമായി നിവർത്തിയിട്ടു. മുടി കെട്ടാതെ അഴിച്ചിട്ടു. ഒരു കുഞ്ഞു കറുത്ത പൊട്ടും കൺമഷിയും മാത്രമാണ് അവളുടെ അലങ്കാരം. മറ്റു യാതൊരു വിധ സമയങ്ങളും അവളുടെ മുഖത്തില്ല. എന്നാലും അവൾ അതീവ സുന്ദരിയാണ്. അവൾ ബുക്കെടുത്ത് നടന്നു. ശ്രീകുട്ടിയുടെ മുറിയിൽ കയറി. ശ്രീകുട്ടി, ഞാൻ പോകട്ടോ. ഭക്ഷണം മേശമേൽ വെച്ചിട്ടുണ്ട്. കൊണ്ടുപോവാൻ മറക്കരുത്. ശരി ചേച്ചി, ഞാനും ഇറങ്ങാനായി. ഡി അസത്തെ, നേരത്തെ കെട്ടിയെടുത്ത് ആരെ കാണിക്കാനായി പോകുന്നേ? ഇനിയും എത്ര പണിയാ ഇവിടെ ബാക്കിയെടുക്കാന്? വേഗം അതെടുത്തിട്ട് പോയാൽ മതി. വല്യമ്മേ, എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ റെഡിയായത്. എന്നാ പോയി ആ വെള്ളം ചൂടാക്ക്, എന്നിട്ട് പോയാൽ മതി. വേഗം ആവട്ടെ. അവൾ കയ്യിലെ വാച്ചിലേക്ക് നോക്കി. 8:30 9:00 ബസ് വരും. അത് കഴിഞ്ഞ് പിന്നെ 9:25 ബസ്. 9:30 ക്ലാസ് തുടങ്ങും. അവൾ നേരം വൈകിക്കാതെ വേഗം വെള്ളം ചൂടാക്കി. എന്നിട്ടത് കുളിമുറിയിൽ കൊണ്ടുവച്ചു. വാച്ചിലേക്ക് നോക്കി. 8:55. അവൾ ബാഗെടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് പുറപ്പെട്ടു. പോകുന്ന നേരത്ത് വല്യച്ഛനോട് യാത്ര പറയാനും അവൾ മറന്നില്ല. ബസ് സ്റ്റോപ്പിലേക്ക് 2 വഴിയുണ്ട്. ഒന്ന് ശരിക്കുള്ള ടാറിട്ട റോഡ്, മറ്റേത് പാടത്തുകൂടെയും. അവൾ പാടത്തുകൂടെ ഓടി. എന്നിട്ട് റോഡിലേക്ക് കടന്നു. ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോഴേക്കും ബസ് പോയിരുന്നു. അവിടെ നിൽക്കുന്ന സകല ചെറുപ്പക്കാരുടെയും കണ്ണ് അവളെ മേലായിരുന്നു. അവൾ അതൊക്കെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചു. അല്ലെങ്കിലും അവൾ എവിടെ പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. അവൾ അതീവ സുന്ദരിയായിരുന്നു. കാണാനൊരു കുസൃതി ഒളിപ്പിച്ച കണ്ണുകളും റോസാപ്പൂ ഇതളുകൾ പോലത്തെ ചുണ്ടുകളും നല്ല വെളുത്ത നിറവും അവളെ ചിരിക്കുമ്പോൾ കാണുന്ന നുണക്കുഴിയും ആരെയും ആകർഷിക്കുന്ന ഒന്നായിരുന്നു. ഇതാരാ തുമ്പിക്കൊച്ചോ? ഇന്നും നേരം വൈകിയല്ലോ മോളെ. സ്റ്റോപ്പിലെ ബെഞ്ചിലിരിക്കുന്നൊരു വയസ്സൻ ചോദിച്ചു. അതെ മുത്തശ്ശ, ഇന്നും വൈകി. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു. നാട്ടുകാർക്ക് എല്ലാവർക്കും തുമ്പി എന്ന് പറഞ്ഞ ജീവനാണ്. അത് അവളുടെ സ്വഭാവശുദ്ധി കൊണ്ടാണ്. അതുപോലെ സംസാര ശൈലിയും എല്ലാവരെയും പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ അവൾക്ക് കഴിയും. അതെ, എന്ത് നോക്കി നിൽക്കുക? ഞാൻ ആരാന്നാ എന്നെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ എന്ന് ഞാൻ തന്നെ പറഞ്ഞു തരാം. ഞാൻ വൈക, എല്ലാവരുടെയും സ്വന്തം തുമ്പിപ്പെണ്ണ്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു M.Com വിദ്യാർത്ഥിയാണ്. അത് കഴിയാൻ ഇനി 1 മാസം കൂടെയുള്ളൂ. എൻ്റെ അച്ഛൻ ബാലചന്ദ്രൻ, അമ്മ സീത, 2 പേരും ഇപ്പം ജീവിച്ചിരിപ്പില്ലാട്ടോ. എൻ്റെ 17ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻറ്റിൽ എന്നെ ഒറ്റയ്ക്കാക്കി പോയി. പിന്നെ രാവിലെ കണ്ടതിൻ്റെ വല്യമ്മ. ഞാൻ അച്ഛൻ്റെ ഏട്ടനെ രാമചന്ദ്രൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. ഭാര്യ അംബിക, മക്കൾ ശ്രാവണി. ചേച്ചി ഇപ്പോൾ പഠിത്തം കഴിഞ്ഞ് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ശ്രീ മെഡിസിൻ പഠിക്കുന്നു. വീട്ടിൽ ശ്രീകുട്ടിക്ക് മാത്രമേ എന്നോട് ഇഷ്ടമുള്ളൂ. പിന്നെ എൻ്റെ വല്യച്ഛൻ ഞാനും സ്വന്തം മോളെ പോലെയാ. ചേച്ചിക്കും വല്യമ്മയ്ക്കും ഞാനൊരു അധികപ്പറ്റാണ്. അതുകൊണ്ട് തന്നെ അവരെൻ്റെ വീട്ടിലൊരു സ്ഥാനവും തന്നു, ഒരു വേലക്കാരിയുടെ സ്ഥാനം. വീട്ടിൽ അവരുടെ അതേ അവകാശമുള്ളതിനാൽ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ല. തുന്നൽ അറിയാവുന്നത് കൊണ്ട് ആളുകൾക്ക് തയ്ച്ചു കൊടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ നോക്കും. പഠിക്കുന്നത് അത്യാവശ്യത്തിനുള്ള പണം എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വല്യച്ഛനും തരാറുണ്ട്. പക്ഷേ ഞാനത് വാങ്ങാറില്ല. കാരണം വല്യമ്മയ്ക്ക് അത് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തത്. ഇവിടെ അടുത്തുള്ള കോളേജിൽ തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. ബസ് വന്നു, അതിൽ കയറി.
കോളേജിലേക്ക് എത്തിയപ്പോഴേക്കും ബെല്ലടിച്ച് കഴിഞ്ഞിരുന്നു. പിന്നെ ക്ലാസ്സിലേക്ക് ഒരു ഓട്ടമായിരുന്നു. ഭാഗ്യത്തിന് ക്ലാസ്സിൽ സാറുമാരില്ലായിരുന്നു. വേഗം ചെന്ന് തൻ്റെ സ്ഥാനത്തിരുന്നു. എന്നിട്ട് ബാഗിൽ നിന്ന് വെള്ളക്കുപ്പി എടുത്ത് ഒറ്റയടിക്ക് പകുതിയാക്കി. ഇന്നും വൈകിയല്ലേ? തൻ്റെ ഉറ്റ സുഹൃത്തായ ആഷ്മി റിഹാൻ എന്ന് ആഷ ചോദിച്ചു. അതിനവളൊന്ന് ഇളിച്ചു കൊടുത്തു. നിനക്കറിയില്ലേ എൻ്റെ കാര്യങ്ങൾ? അത് മാറാനൊരു വഴിയുണ്ട്, ആഷ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണാവോ എന്ന രീതിയിൽ പുരുകമുയർത്തി. നീ എൻ്റെ ആദിചേട്ടനെ കെട്ടിക്കോടി എന്നായിരുന്നു അവളുടെ മറുപടി. ഇതുവൾ സ്ഥിരം പറയുന്ന മറുപടിയാണ്. അത് കേട്ട് തുമ്പി പൊട്ടിച്ചിരിച്ചു. നിന്റെ ചേട്ടന് എന്നെ കെട്ടണമെന്ന്? അതെന്ന് തലയൊലുക്കി. നീ ഇത്ര വലിയ കോമഡിയൊന്നും പറയല്ലെൻ്റെ ആശുട്ടി എന്ന് പറഞ്ഞ് അവളുടെ കവിൾ പിടിച്ചു വലിച്ചു. ഞാൻ കോമഡിയൊന്നുമല്ല പറഞ്ഞത്, കാര്യമാണ്. ഓ പിന്നെ ഡി, അമ്മയ്ക്കൊക്കെ നിന്നെ ഭയങ്കര ഇഷ്ടമാടി. അതിന് നീ എൻ്റെ ഏട്ടനെ കെട്ടണം. ഏതായാലും അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി വരുമ്പോൾ കല്യാണക്കാരെ നോക്കണമെന്ന്. ഞാൻ എന്തായാലും ഇത് പറയും. ഏട്ടൻ എൻ്റെയും അമ്മയുടെയും ഇഷ്ടത്തിന് എതിര് നിൽക്കത്തില്ല. അവളത് പറഞ്ഞ് ഇളിച്ചു കൊടുത്തു. തുമ്പി അത് കേട്ട് അവളെ തുറിച്ചു നോക്കി പറഞ്ഞു. നീ അത് വിട് എൻ്റെ ആശു. ഞാനത് അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പെണ്ണേ. നീ എൻ്റെ കയ്യിൽ നിന്നും അടി മേടിക്കുവേ. അതിനാശു അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചു. ഏതായാലും നാളെ ഏട്ടൻ വരുമല്ലോ, അപ്പം ഇതേപ്പറ്റി സംസാരിക്കണം. അവൾ മനസ്സിലോർത്ത് തുമ്പിയെ പരിചയപ്പെട്ട അന്ന് മുതൽ അവൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു അവളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന്. അത് അവളോട് പറയലുമുണ്ട്, അതിന് നല്ല തല്ല് കിട്ടലുമുണ്ട്. അപ്പോഴേക്കും ക്ലാസ്സിലേക്ക് സാറ് വന്നു. ഡി തുമ്പി, മിണ്ടാതെ നിൽക്കേണ്ട ആശു, ക്ലാസ് ഒന്ന് കഴിയട്ടെ എന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചു. അതിന് കൊഞ്ഞനം കുത്തി കാണിച്ചു. ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി രണ്ടുപേരും. ക്ലാസ് എടുത്തപ്പോൾ തുമ്പി ആശുവിനെ പറ്റി ആലോചിച്ചു. വലിയൊരു ബിസിനസ് നടത്തുന്ന വീട്ടിലെ കുട്ടി, 3 ഏട്ടന്മാരുടെയും അമ്മയുടെയും അച്ഛൻ്റെയും ചെല്ലക്കുട്ടി. എനിക്ക് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ കിട്ടിയതാണ്. അതിനുശേഷം എൻ്റെ എല്ലാ വിഷമങ്ങൾക്കുള്ള മരുന്നായിരുന്നു ആശു. പണക്കാരി എന്ന യാതൊരുവിധ അഹങ്കാരവും അവൾക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടു നല്ല കൂട്ടായി. ലഞ്ച് ബ്രേക്കിന് തുമ്പിയും ആശുവും ഫുഡ് കഴിക്കുകയായിരുന്നു. തുമ്പിയുടെ ഫുഡ് ആശുവും, ആശുവിൻ്റെ ഫുഡ് തുമ്പിയുമായിരുന്നു കഴിച്ചിരുന്നത്. അത് പിന്നെ ആശുവിന് അവളുടെ അമ്മ എന്തുണ്ടാക്കിയാലും അതിന് കുറ്റമായിരിക്കും. എന്നാൽ തുമ്പി ഉണ്ടാക്കിയതിന് അവൾക്ക് വലിയ ഇഷ്ടവുമാണ്. ഡി, നീ നാളെ രാവിലെ വീട്ടിലേക്ക് വരൂലേ? ഞാനെന്തിനാ വരുന്നേ? നീ അത് മറന്നൂലേ? നാളെ എൻ്റെ ബർത്ത്ഡേ അല്ലേ? ആശു സങ്കടത്തോടു കൂടി ചോദിച്ചു. അയ്യോ, ഞാൻ മറന്നു. തുമ്പി നാക്കുകടിച്ച് തലയിൽ കൈവച്ചു. സാരമില്ല, നാളെ നീ വരൂലേ വീട്ടിലേക്ക്? ഞാൻ എല്ലാവരോടും നാളെ നിന്നെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവൾ ആകാംക്ഷയോടുകൂടി ചോദിച്ചു. അതിന് തുമ്പി ദയനീയമായ ആശുവിനെ ഒന്ന് നോക്കി. ഞാൻ എങ്ങനെയാ വരിക ആശു? നൈറ്റിലല്ലേ പാർട്ടി, വല്യമ്മ സമ്മതിക്കൂല. പ്ലീസ് ഡി, ഇതുവരെ നീ വീട്ടിൽ വന്നില്ലല്ലോ. എല്ലാവർക്കും നിന്നെ കാണാൻ കൊതിയാണ് ഡി. അറിയാം, പക്ഷെ നിനക്കറിയില്ലേ വല്യമ്മയുടെ സ്വഭാവം. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിന് ചെന്നാൽ പോലും ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കും. അപ്പം പിന്നെ നൈറ്റിലെ പാർട്ടിയൊക്കെ എന്നെ സമ്മതിക്കില്ലടി. സാരമില്ല, പുഞ്ചിരിച്ചുകൊണ്ട് ആശു പറഞ്ഞു. അവൾക്കറിയാമായിരുന്നു അവളുടെ അവസ്ഥ. നാളെ നീ വരുമോ ആശു? പിന്നെ വരാതെ, എൻ്റെ തുമ്പിക്കുട്ടിനെ ഒറ്റയ്ക്കാക്കില്ല ഞാൻ. നാളെ ഇവിടെ ഇല്ലെങ്കിൽ കോഴികളുടെ ചാകരയായിരിക്കും എൻ്റെ തുമ്പിപ്പെണ്ണിൻ്റെ പുറകെ. അത് പറഞ്ഞപ്പോൾ ആശുവും തുമ്പിയും പൊട്ടിച്ചിരിച്ചു. 4-5 വർഷമായി ആശുവും തുമ്പിയും കൂട്ടുകൂടിയിട്ട്. പക്ഷേ തുമ്പിക്ക് ആശുവിൻ്റെ വീട്ടുകാരെ കുറിച്ചൊന്നും വല്ലാതെ അറിയില്ല. അവൾ അമ്മയോടും അച്ഛനോടും വല്യേട്ടനോടും ഏട്ടത്തിയോടുമൊക്കെ ഫോണിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ അവരുടെ ഒരു ഫോട്ടോ പോലും ആശു അവൾക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. നേരിട്ട് കാണുമ്പോൾ കണ്ടാൽ മതിയെന്ന ആശുവിൻ്റെ വാദം അവളും അത് തിരുത്താൻ പോയില്ല. അങ്ങനെ അന്നത്തെ ആശുവിനോട് പറഞ്ഞ് വീട്ടിൽ പോയി. ആശു സ്കൂട്ടിയിലായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ പിന്നെ നിന്ന് തിരിയാൻ സമയം കിട്ടിയില്ല. ആദ്യം എല്ലാവരുടെയും തുണികളും എടുത്ത് അലക്കാൻ കുളത്തിലേക്ക് പോയി. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ കുളമുണ്ട്. അവൾ ഓരോ തുണിയും ശ്രദ്ധയോടുകൂടി അലക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അങ്ങോട്ട് ശ്രീകുട്ടി വന്നിരുന്നു. ആ മോള് വന്നോ? ചായ കുടിച്ചോടി? കുടിച്ചു ചേച്ചി.
പിന്നെ എന്തൊക്കെയുണ്ട് കോളേജിൽ വിശേഷം? അങ്ങനെ പോണു. ശ്രീ ഒന്ന് മൂളി. പിന്നെ നാളെ ആശുവിൻ്റെ ബർത്ത്ഡേ ആണ്. ആണോ? നാളെ വിഷു പറയണം കേട്ടോ. ആടി. അപ്പോൾ ഗിഫ്റ്റൊന്നും കൊടുക്കുന്നില്ലേ? അതൊക്കെ എപ്പോഴേ റെഡിയാണ്. ഓ അങ്ങനെ. അല്ല മോളെ, എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? അങ്ങനെ പോണു ചേച്ചി. എനിക്ക് മെഡിസിൻ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയില്ല ചേച്ചി. അമ്മയുടെ നിർബന്ധത്തിനാണ് പോകുന്നേ. ശരി ശരി, എന്തായാലും നന്നായി പഠിച്ചോണ്ടി. ചേച്ചി എന്തിനാ എല്ലാവരുടെയും അലക്കുന്നേ? ശ്രാവണി ചേച്ചിയുടെയൊക്കെ അവൾ തിരുമ്പിക്കോളും. സാരല്ലടി, ഇതൊക്കെ എനിക്ക് ശീലമല്ലേ. ചേച്ചീനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ എന്തു പറഞ്ഞാലും അത് കേട്ടോളും. ചേച്ചി തന്നെ അവരെ ഇങ്ങനെ ആക്കണേ. അവരെന്ത് പറഞ്ഞാലും നിന്ന് കേട്ടോളും. ശ്രീകുട്ടി പെരുപുറത്തുകൊണ്ട് അവിടെ എണീറ്റ് പോയി. അത് കണ്ട് തുമ്പി ഒരു തെളിച്ചമില്ലാതെ ചിരിച്ചു. അവൾ ബാക്കി തുണികളൊക്കെ അലക്കിയിട്ട് കുളിച്ച് വീട്ടിലേക്ക് കയറി. വീട്ടിലെത്തിയിട്ട് രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ച് റൂമിലേക്ക് നടന്നു. ഡി, ശ്രാ ചേച്ചിയായിരുന്നു വിളിച്ചത്. എന്താ ചേച്ചി? നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ എൻ്റെ എല്ലാ ഡ്രസ്സുകളും അയൺ ചെയ്യണമെന്ന്? എന്നിട്ടത് ചെയ്തോ നീ? ഇല്ല. അതെന്താ? ഞാൻ മറന്നു ചേച്ചി. ഞാൻ വേഗം ചെയ്യാം. എന്നാ നിനക്ക് നല്ലത്. അത് പറഞ്ഞ് ശ്രാവണി അവിടെ നിന്ന് പോയി TV കണ്ടുകൊണ്ടിരുന്നു. തുമ്പി എല്ലാ ഡ്രസ്സും അയൺ ചെയ്ത് മടക്കി വെച്ചു. എന്നിട്ട് റൂമിലേക്ക് പോയി നാളത്തേക്കുള്ളതൊക്കെ വായിച്ചു പഠിച്ചു. എന്നിട്ട് ആശുവിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഒരു വർണ്ണ കടലാസിൽ പൊതിഞ്ഞ് ബാഗിൽ വെച്ചു. പിന്നെ കുറച്ച് തുണികൾ തയ്ക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അവൾ കിടന്നു. പിറ്റേന്ന് കുറച്ചുകൂടി നേരത്തെ എണീറ്റ് പണിയെല്ലാം നേരത്തെ കഴിച്ച് വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അമ്പലത്തിലേക്ക് പോയി. ഒരു ധാവണിയായിരുന്നു അവളുടെ വേഷം. ആശുവിൻ്റെ പേരിൽ ഒരു വഴിപാട് കഴിച്ച് ക്ഷേത്രത്തിൻ്റെ ആൽമരത്തിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് മുന്നേ പോകുന്നൊരു സ്ത്രീ പിന്നിലേക്ക് വീഴാൻ പോയത്. അവൾ അപ്പോൾ തന്നെ ആ സ്ത്രീയെ പിടിച്ചു. എന്നിട്ട് അടുത്തു കണ്ടൊരു പടിയിലിരുത്തി. കുഴപ്പമൊന്നുമില്ലല്ലോ ആൻറ്റി? ഇല്ല മോളെ, തല ചുറ്റുന്ന പോലെ തോന്നി. വെള്ളം വല്ലതും വേണോ? വേണ്ട മോളെ. അല്ല ആൻറ്റി, ആൻറ്റി ഒറ്റക്കാണോ? ആണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. അല്ല മോളെ, മരുമകളുണ്ട് കൂടെ. അവൾ പ്രസാദം വാങ്ങാൻ നിന്നതാ. ഞാൻ വേഗം ഇങ്ങോട്ട് പോന്നതാ. മോളെവിടെ ഉള്ളതാ? ഇവിടെ അടുത്ത് തന്നെയാ. മോളച്ഛൻ്റെ പേരെന്താ? അവൾ അതിന് ഉത്തരം പറയുന്നതിന് മുൻപ് തന്നെ ഒരു സുന്ദരിയായ സ്ത്രീ അമ്മയെന്ന് വിളിച്ച് അങ്ങോട്ട് വന്നു. എന്താ അമ്മ പറ്റിയേ? ഒന്നുമില്ല മൃദു, ഒന്ന് വീഴാൻ പോയി. അപ്പോൾ അതിന് ഈ കുട്ടി വന്നെന്നെ പിടിച്ചു. തുമ്പിയുടെ തലയിൽ തലോടി മറുപടി പറഞ്ഞു. നന്ദിയുണ്ട് കേട്ടോ. അപ്പോഴാ തുമ്പി സമയം നോക്കി. നേരം വൈകിയിരുന്നു. അയ്യോ, ഞാൻ പോവട്ടെ, കോളേജിൽ പോവാൻ സമയമായി. ശരി മോളെ, അവർ പറഞ്ഞു തുമ്പി അവിടെ നിന്നും പെട്ടെന്ന് ഓടിപ്പോയി. നല്ല കുട്ടി, എനിക്കിഷ്ടമായി, ആ അമ്മ മൃദുവിനോട് പറഞ്ഞു. അതിന് മൃദു പുഞ്ചിരിച്ചുകൊണ്ട് അതേന്ന് തലയാട്ടി. എന്താ അമ്മ അവളുടെ പേര്? അയ്യോ, അത് ഞാൻ ചോദിക്കാൻ മറന്നു. അതിന് മൃദു വന്ന് മൂളി. തുമ്പി കോളേജിലെത്തിയപ്പോൾ ആശു എത്തിയിട്ടില്ലായിരുന്നു. ആശുവിനെ വെയിറ്റ് ചെയ്ത് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആശു വന്നു. മുട്ടിൻ്റെ മേലേക്കുള്ള ഒരു ചെക്ക് വൈറ്റ് ഗൗണും അതിലേക്കൊരു ഗ്രീൻ കോട്ടുമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. ആശു ഒരു മോഡേൺ ഗേൾ ആയിരുന്നു. അവൾ വന്ന പാടെ തുമ്പി അവളെ ഇറുക്കെ പുണർന്നു. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ആശുകുട്ടി. താങ്ക്സ് ഡി. എവിടെ എനിക്കുള്ള ഗിഫ്റ്റ്? ആശു തുമ്പിയുടെ നേരെ കൈനീട്ടി ചോദിച്ചു. തുമ്പി ബാഗിൽ നിന്നൊരു പൊതിയെടുത്ത് ആശുവിൻ്റെ നേരെ നീട്ടി. അവൾ അപ്പോൾ തന്നെ അത് വാങ്ങി. അത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. അത് തുമ്പി വരച്ച ആശുവിൻ്റെ ഒരു ചിത്രമായിരുന്നു. ശരിക്കും ജീവൻ തുടിക്കുന്ന ചിത്രം. താങ്ക് യു ഡി, താങ്ക് യു സോ മച്ച്. എനിക്കിതുവരെ കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ഇതാണ് പെണ്ണെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തുമ്പിയെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ, എവിടെ എനിക്കുള്ള ട്രീറ്റ്? അതിന്ന് ഉച്ചക്കല്ല പെണ്ണെ. അങ്ങനെ ക്ലാസ്സൊക്കെ വിട്ട് ആശു വീട്ടിലേക്ക് എത്തി. അവിടെ ഇവന്റ് മാനേജ്മെന്റ് കാറുണ്ടായിരുന്നു. വീട്ടുകാരെല്ലാവരും ഹാളിലുണ്ടായിരുന്നു. അവൾ നേരെ അവളുടെ ചെറിയ സഹോദരൻ ആരവിൻ്റെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ചു. എപ്പോൾ വന്നു ബ്രോ? നീ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു. നീ എന്തിനെന്ന് കോളേജിൽ പോയേ? അത് എനിക്ക് പോവേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു, അവൾ എളിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ചുറ്റുമൊന്ന് നോക്കി. എന്നിട്ട് എല്ലാവരോടുമായി ചോദിച്ചു, അല്ല എൻ്റെ ആദ്യേട്ടൻ ഇവിടെ?
അത് കേട്ട് എല്ലാവരും ഒന്ന് പരിഭ്രമിച്ചു. എന്നിട്ട് അവരുടെ വലിയ ബ്രദറായ ആയുടനോട് പറഞ്ഞു, അതിനു പിന്നെ മോളെ, അവനിന്ന് വരൂലെന്നോ? ആ മോളെ, അവൻക്കെന്തോ അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് മോളൊന്ന് ക്ഷമിക്ക്. ആരവായിരുന്നു അത് പറഞ്ഞത്? ഏട്ടനോട് ഞാൻ മിണ്ടൂല, വരാന്ന് പറഞ്ഞ് പറ്റിച്ചു, ദുഷ്ടൻ. ഇന്നിവിടെ ഒരു പാർട്ടിയും നടക്കണ്ട. അവൾ ദേഷ്യത്തോടുകൂടി ചവിട്ടിത്തുള്ളി അവിടെ നിന്നും അവളുടെ റൂമിലേക്ക് പോയി. ദേഷ്യത്തോടുകൂടി വാതിൽ തള്ളി തുറന്ന് അവിടെ കണ്ട കാഴ്ച അവളാകെ വണ്ടറടിച്ചു നിന്നു. അവളുടെ റൂം മുഴുവൻ പിങ്ക് കളർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡിൽ ഒരു കേക്ക്, അതിൽ ഹാപ്പി ബർത്ത്ഡേ ആശു എന്ന് എഴുതിയിട്ടുണ്ട്. അവൾ അത്ഭുതത്തോടുകൂടി അത് നോക്കി നിന്നു. അപ്പം അവളെ ബാക്കിൽ നിന്ന് ഒരാൾ വന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ ആശു. ആദിയേട്ടാ, എങ്ങനെ, ഇഷ്ടപ്പെട്ടോ? അവൻ പിരികമുയർത്തി അവളോട് ചോദിച്ചു. അതിനവളൊന്ന് മൂളി. എന്നിട്ട് അവൾ മുഖം വീർപ്പിച്ച് കട്ടിൻ്റെ ഒരു ഭാഗത്തിരുന്നു. അപ്പോഴേക്കും വീട്ടിലെ എല്ലാവരും അവിടേക്ക് എത്തിയിരുന്നു. എല്ലാവരും അവളെ മുഖം കണ്ട് പൊട്ടിച്ചിരിച്ചു. എൻ്റെ ആദിയേട്ടാ, ഒരു മുട്ടുസൂചി തരുമോ? ആയുവിൻ്റെ വകയായിരുന്നു. അതെന്തിനാടാ? അതോ, സൂചി കിട്ടിയിരുന്നെങ്കിലേ നമുക്കൊരാളെ കുത്താമായിരുന്നു. എന്നാൽ പിന്നെ നമുക്കൊരു ബക്കറ്റ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കിട്ടും. അത് കേട്ട് എല്ലാവരും ആശുവിനെ കളിയാക്കി ചിരിച്ചു. അപ്പം ആശു എല്ലാവരെയും നോക്കി, എന്നെ പറ്റിച്ചതല്ലേ എല്ലാവരും? അതേല്ലോ. എന്തിന്? അതുകൊണ്ടല്ലേ നിന്റെ ഈ മൂഞ്ചിയ ഫേസ് കാണാൻ പറ്റൂ. പൊട്ടി ഡി ഏട്ടാന്ന് വിളിയടി. ഞാൻ വിളിക്കൂല. പിന്നെ അങ്ങോട്ട് എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്ത് ആശുവിന് ഫേഷ്യൽ ചെയ്ത് കൊടുത്തു. എല്ലാവരും പോയി ഫ്രഷ് ആവ്, പാർട്ടിക്കുള്ള സമയം ആവാറായി. അച്ഛനായിരുന്നു അത് പറഞ്ഞത്. എല്ലാവരും ഫ്രഷ് ആവാനായി പോയി. ഇവരാണ് ജയചന്ദ്രൻ, മഹാലക്ഷ്മി ദമ്പതിമാരുടെ മക്കൾ. ആയുഷ് റാം എന്ന ആയുവും ആദവ് ഋതികേഷ് എന്ന ആദിയും ആരവ് രാജേഷ് എന്ന ആരവും ആശ്വി റിഹാൻ എന്ന ആശുവും ആയുവിൻ്റെ ഭാര്യ മൃദുലായി എന്ന മൃദുവും അവരുടെ മകൾ അമയ ആയുഷ് എന്ന ആമിയും അടങ്ങിയൊരു കുടുംബമാണ് അവരുടേത്. AR ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന ഓണേഴ്സാണ് അവർ. AR ഗ്രൂപ്പിന് പലതരം ബിസിനസ് അവർക്കുണ്ട്. അവർ കൈവെക്കാത്ത ബിസിനസ് ഫീൽഡുമില്ല. പാർട്ടിയൊക്കെ തുടങ്ങി നല്ല ഗ്രാൻഡായിട്ടായിരുന്നു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നേ. എല്ലാവരും നല്ല വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുത്ത് പാർട്ടിയൊക്കെ കഴിഞ്ഞു. അവർ ഫാമിലി എല്ലാവരും കൂടിയെന്ന് സംസാരിച്ചിരുന്നു. അതവരുടെ പതിവാണ്. എല്ലാവരും വീട്ടിലുണ്ടാവുമ്പോൾ ഇങ്ങനെ ഒരു ഒത്തുകൂടൽ. ഡി, നിനക്ക് ആര് തന്ന ഗിഫ്റ്റാണ് ഇഷ്ടപ്പെട്ടേ? ഞാൻ തന്നതല്ലേ? അല്ല, അവൾക്ക് ഞാൻ കൊടുത്തതായിരിക്കും, ആദി പറഞ്ഞു. അത് പറഞ്ഞ് എല്ലാവരും തമ്മിൽ നല്ല വഴക്കായി. ഒന്ന് നിർത്തുന്നുണ്ടോ? അപ്പം എല്ലാവരും സൈലൻ്റായി അവളെ നോക്കി. എനിക്ക് നിങ്ങൾ തന്ന ആരുടെയും ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അവൾ മുഖം കൂട്ടി പറഞ്ഞു. അതെന്തേ? എല്ലാവരും ഒരുമിച്ച് ചോദിച്ചു. എനിക്കിതിലേറെ വിലപ്പെട്ടൊരു ഗിഫ്റ്റ് കിട്ടി, അതുകൊണ്ട് തന്നെ. അതാര് തന്നതാ? എന്താ അത്? എവിടെ അത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. വെയിറ്റ്, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി തുമ്പി കൊടുത്തത് എടുത്തുകൊണ്ട് വന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു. വാവ്! എല്ലാവരും അതിലേക്ക് നോക്കി ഒരുപോലെ പറഞ്ഞു. ഇതാര് തന്നതാടി? ആദ്യം അവളോടായി ചോദിച്ചു. തുമ്പി, അവൾ തന്നെ വരച്ചതാ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ആ, തുമ്പി മോൾ വരച്ചതാണോ? നന്നായിട്ടുണ്ട്. അല്ലെങ്കിലും എൻ്റെ മോള് സൂപ്പറല്ലേ? സൂപ്പറാണ് എന്ന് പറയാൻ അമ്മ അവളെ കണ്ടിട്ടില്ലല്ലോ, ആശു പറഞ്ഞു. ഇല്ല, എന്നാലും എനിക്കറിയാം അവൾ സൂപ്പറാണെന്ന്. ഞങ്ങൾ വിളിക്കലില്ലേ? ഓ, അങ്ങനെ. അല്ല, തുമ്പി എന്തേന്ന് വരാഞ്ഞത്? നീയല്ലേ പറഞ്ഞ് അവളെ ഇന്ന് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന്. ഞാനും മൃദുവൊക്കെ അവളെ കാണുമെന്ന് കരുതി, ആയു വിഷമത്തോടെ പറഞ്ഞു. അത് നേരാ, ഞങ്ങളിന്ന് പരിചയപ്പെടാലോ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. മൃദുവും ഒപ്പം കൂടി. അവൾക്ക് വരാൻ പറ്റില്ല ഏട്ടാ. ആരാടി തുമ്പി? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. ആദിയാണത് ചോദിച്ചത്. അതെ അതെ, ഞാനും കേട്ടിട്ടില്ല, ആരും കൂടി. അതിന് വല്ലപ്പോഴും വീട്ടിലേക്ക് വരണേ, എന്നാലേ അറിയൂ. ഓ, തുമ്പി ആരാണെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? അവൾ എനിക്കെൻ്റെ എല്ലാമാണ്. അവളില്ലെങ്കിന്ന് ഈ ആശുയില്ല. അത്രയും ഭീകരിയാണോ? എൻ്റെ മോനെ, നീ ചോദിക്കലില്ലേ?
+2 വരെ ജസ്റ്റ് പാസ്സാവാറുള്ള ഇവളിപ്പോൾ എങ്ങനെ ഇത്രയും മാർക്ക് വാങ്ങിയതെന്ന്. അതിൻ്റെ പിന്നിൽ ഈ തുമ്പിക്കൊച്ചാണെന്നേ. ഓ, എന്നാൽ എനിക്കൊന്ന് കാണണം അവളെ. നീ പോടാ, ആദ്യം ഞങ്ങളൊന്ന് കാണട്ടെ. ഈ പെണ്ണ് ഇതുവരെ അവളെ കാണിച്ചു തന്നിട്ടില്ല. എന്തിന് ഒരു പിക്ക് പോലും കാണിച്ചു തന്നിട്ടില്ല. മൃദുവാണ് പറയുന്നത്. ഞാൻ കണ്ടല്ലോ. ആമിമോൾ, നീ എപ്പോഴാടി കണ്ടേ? ഞാൻ തുമ്പിക്ക് വീഡിയോ കോൾ ചെയ്യലുണ്ട്, അപ്പ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ കുലുങ്ങി ചിരിച്ചു. ആമിമോളെ, നിന്റെ തുമ്പി സുന്ദരിയാണോടി? ചുന്ദരിയാ, നല്ല ചുന്ദരിയാ. ആണോ? അതേലോ. പക്ഷെ ആരുപ്പ ഒരു കാര്യം. എന്താടി? ആരുപ്പാക്ക് ചേരൂല, എൻ്റെ ആദിപ്പാക്കേ ചേരൂ. അത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അതെന്താടി നീ ആർക്കും കാണിച്ചു കൊടുക്കാത്ത അവളെ? ആദിയാണ് ചോദിച്ചത്. അതോ, അവളെ നേരിട്ട് കാണുമ്പോൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അവൾ വിളിച്ചു കൊടുത്തു. ആഷുമ, ഇന്ന് തുമ്പിക്ക് വിളിച്ചില്ലല്ലോ. അത് ആമിയായിരുന്നു. വെയിറ്റ്, മോളെ ഇപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് അവൾ വിളിച്ചു. ഹലോ ആഷുമ. തുമ്പി മോളെ. അമ്മയായിരുന്നു. എന്തൊക്കെ സുഖമല്ലേ? അതെ മോളെ. അതെ, അമ്മ മാത്രമല്ല ഞാനുമുണ്ട്. അമ്മക്കുട്ടി, ഒരാൾക്ക് അവിടെ ഭയങ്കര കുശുമ്പാണല്ലോ. അങ്ങനെ കുറേ നേരം സംസാരിച്ചു, അതിനോടടക്കം. അതെ തുമ്പി, ഒരു പാട്ടുപാട്. അത് വേണോ? വേണമെന്നേ. അങ്ങനെ അവൾ പാടിത്തുടങ്ങി. എന്നാൽ ആ പാട്ട് കേട്ടപ്പോൾ ആദിയുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി മിടിക്കുന്നത് അവൻ അറിഞ്ഞു. എനിക്ക് പ്രിയപ്പെട്ടതെന്തോ ആണെന്നതുപോലെ. അതുപോലെ തന്നെയായിരുന്നു തുമ്പിയുടെയും അവസ്ഥ. തനിക്ക് പ്രിയപ്പെട്ട ആരോ ഇത് കേൾക്കുന്നുണ്ട് എന്ന പോലെ. അന്നവർ രണ്ടുപേരും ഉറക്കിലേക്ക് വീഴുമ്പോഴും ഹൃദയമിടിപ്പ് ഉച്ചത്തിലായിരുന്നു. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് രണ്ടുപേർക്കും മനസ്സിലായില്ല.